ഫ്രണ്ട്സ്, നിഷൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വയനാടൻ നെയ്പത്തൽ എന്ന് പറയും. നെയ്പത്തിരിയാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ ഞാനൊരു അരമുറി തേങ്ങ ചിരണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു സ്പൂൺ 1.5 സ്പൂണോളം ഞാൻ ചെറിയ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി നോക്കിയിട്ട്. പിന്നെ ഞാനൊരു കുറച്ച് ചെറിയുള്ളി എടുത്തിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു കപ്പിന് ഇത്രയും ഇത് 500 ഗ്രാം ഉണ്ട്. പിന്നെ ഇത്രയും നമ്മുടെ അരിപ്പൊടി, സാധാരണ പത്തിരിപ്പൊടി, ഇടിയപ്പപ്പൊടി, ഇതാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ, സാധാരണ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ടാണ് ഈ പൊടി മിക്സ് ചെയ്ത് അങ്ങനെയാണ് എടുക്കാറ്. ഇതിപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഈ പൊടി ആദ്യം ഇതിനകത്തേക്ക് ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട്, അത് ഉപ്പൊക്കെ എല്ലാവരുടെ പാകത്തിന് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ആണ് ഞാൻ ഇതിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ശേഷം നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ തേങ്ങയും ചെറിയുള്ളിയും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം അരയേണ്ട, അത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നതെല്ലാം കൂടെ കട്ടല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഞാനിവിടെ അടുപ്പത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടുവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കില്ലേ, ആ രീതിക്ക് നല്ലോണം കുഴച്ചെടുക്കണം. നല്ല മയത്തിൽ നല്ല ഇതിൽ കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുവാണ്. വെള്ളം കൂടിപ്പോകാണ്ട് നോക്കണം. കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ച് നോക്കിയിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ വെള്ളം പോരാ, നല്ലോണം ഒഴിച്ച് നോക്കണം. ഇത് വയനാട് കണ്ണൂർ മലബാർ ഏരിയയിലുള്ളൊരു സ്പെഷ്യലാണിത്, ഈ നെയ്പത്തൽ എന്ന് പറയുന്നത്. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് കുഴച്ച് നല്ല പാകത്തിന് ഇതാക്കിയെടുക്കണം. വെള്ളം കൂടരുത്. ഇപ്പം ഞാൻ കുഴക്കുന്നുണ്ട്. നല്ല ഇതിൽ ഏകദേശം വെള്ളം ആയിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ കുഴച്ചത് മിക്സ് ചൂടാക്കണം. ചൂടോടുകൂടി തന്നെ കുഴക്കണം. നല്ല ചൂടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇതിനകത്തേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം അത് കയ്യിലൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള എണ്ണയാണേലോ നെയ്യാണേലും ഒഴിച്ച് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനൊരു കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കയ്യിലൊട്ടാണ്ടിരിക്കാനും ആ നെയ്യുടെ ഒരു ഫ്ലേവർക്ക് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ചെയ്യുന്നത്. നല്ലോണം ഇത് കുറച്ചെടുക്കണം. ഞാനിതിപ്പോൾ നെയ്പത്തലിന് വേണ്ടത് നല്ലോണം ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല ഇതായിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. നല്ല ഇതായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മളിങ്ങനെ ബോൾ പോലെ ഉരുട്ടിയെടുത്തിട്ട് വേണമെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു തോന്നുകയാണെങ്കിൽ കയ്യിലൊന്ന് ഇതാക്കിയാൽ മതി. ബോൾ പോലെ ഇട്ടിട്ട് ഈ ഒരു വലിപ്പം മതി, അധികം വലിപ്പം വേണമെന്നില്ല. ഞാൻ ബോൾ പോലെ ഉരുട്ടിയിട്ട് ഇതിന് പരത്തിയെടുക്കണം. ഞാനിവിടെ പരത്തിയെടുക്കാൻ ഉപയോഗിക്കുന്നത് ഇതാണ് പത്തിരീൻ്റെ ഒരു ഇതുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പേപ്പർ, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കട്ട് ചെയ്ത് വെറുതെ വെച്ചിട്ട് ഒരു പാത്രം കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എണ്ണ തൂത്ത് കൊടുത്തിട്ട് ഞാനിത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാൻ പോവാണ്. ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിടുക. നല്ല ഇതായിട്ട് കറക്റ്റ് ഒരു ഇതിനായിട്ട് നല്ല പ്രസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് അധികം കട്ടിയാവരുത്, തീരെ അങ്ങനെയായിരുന്നു. ഇത്രയും ഇതേ കട്ടി പാടിട്ടുള്ളൂ. നല്ല ഇതായി വന്നിട്ടുണ്ട്. പത്തിരിൻ്റെ വലുപ്പത്തിനൊക്കെ നല്ല ഇതായിട്ടുണ്ട്. ഇനി ഞാനപ്പോൾ ഇവിടെ എണ്ണ ചൂടാവാനൊരു ഇതിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പം
ഇതിട്ട് പത്തിരിയാക്കി എടുത്ത് നോക്കാം. നമുക്കിത് നമ്മുടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നല്ലോണം നെയ്പ്പത്തിൽ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇതിട്ട് കുറച്ച് സിമ്മിലിട്ട് കൊടുക്കണം, അധികം തീരിട്ട് കൊടുക്കണ്ട. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതൊക്കെ നല്ല ഇതായിട്ടുണ്ട്, നല്ല ക്രിസ്പിയോടുകൂടി നല്ല ഇതായി വരുന്നുണ്ട്. നെയ്പ്പത്തിൽ ആ ഒരു ജീരകത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും ആ ചെറുള്ളിയുടെ ഒക്കെ ആ ഒരു സ്മെല്ലും ആ ഒരു നല്ലൊരു ഇതൊക്കെ വരുന്നുണ്ട്. ഇപ്പം നല്ലോണം ബ്രൗൺ കളറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആക്കി എടുക്കാം. ഞാനിപ്പോൾ അധികം ബ്രൗൺ കളറാക്കാൻ നിൽക്കുന്നില്ല. ഇതാണിപ്പോൾ അതിൻ്റെ പാകം. ഇതെടുക്കുകയാണ്. കാരണം അധികം എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കിത് കുറച്ച് എണ്ണേൻ്റെ ആവശ്യമുള്ളൂ. അധികം എണ്ണയൊന്നും കുടിക്കത്തില്ല ഇത് നെയ്പ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പം. ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. നെയ്പ്പത്തിൽ ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ തന്നെ മറ്റു നെയ്പ്പത്തിൽ നമുക്ക് ഇതേപോലെ വലുപ്പത്തിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. വലുപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്തതും ഉണ്ടാക്കാൻ പോകുന്നു. ഇത് നമ്മുടെ നല്ല ടേസ്റ്റിയായ നെയ്പ്പത്തിലൂടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഇത്രയും ഉണ്ടാക്കിയുള്ളൂ, ഇനി കുറച്ചുകൂടെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോസ് കാണണം. വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.